എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആ ഒരു മോൺസ്റ്റർ അവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാനായി എല്ലാവരെയും വെല്ലുവിളിച്ചതിന് ശേഷം ഇപ്പോ മുകളിലേക്ക് ഫ്ലൈ ചെയ്ത് പോവാണ്. എനിക്ക് ആ ഫ്രീസയുടെയും അവന്റെ അച്ഛന്റെയും സെല്ലിന്റെ പവർ അത് കിട്ടിയതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയും. ആദ്യം ഞാൻ ചെറിയൊരു റീഫ്രഷ്മെന്റ് അത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് അവൻ ഭൂമിക്ക് പുറത്തേക്ക് വന്ന് ഉൽക്കകൾ അങ്ങനെ തല്ലി പൊട്ടിക്കുകയാണ്. ഭൂമിയിലുള്ളവർക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞ് വലിയൊരു ഉൽക്ക അതങ്ങനെ തള്ളി കൊണ്ടുവന്ന് അവൻ പൊട്ടിച്ച് തവിട് പൊടിയാക്കി അതങ്ങനെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. കട്ട് ചെയ്ത ഭൂമിയിൽ ഒരു സിറ്റി കാണിക്കും. ആ സിറ്റിയിലേക്ക് ഉൽക്കകളാണെങ്കിൽ ചുവന്ന നിറത്തിൽ അങ്ങനെ പതിക്കാനായിട്ട് തുടങ്ങും. ജനങ്ങളെല്ലാവരും അത് കണ്ട് ഭയത്തോടു കൂടെ അതിലേക്ക് തന്നെ നോക്കും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇപ്പോ ചീച്ചിയെ കാണിക്കും. ചീച്ചി അവളുടെ വീട് മുഴുവൻ ഗോക്കുവിനെയും ഗോഹാനെ അന്വേഷിച്ച് കയറിറങ്ങി നടക്കുകയാണ്. ഗോക്കു, ഗോഹാൻ, നിങ്ങൾ രണ്ടുപേരും എവിടെയാണ്? ഇനി ഒരു പക്ഷേ എന്നോടൊരു വാക്ക് പോലും പറയാതെ അവർ ഫൈറ്റ് ചെയ്യാൻ പോയെന്ന് ചിന്തിച്ച് അവളാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്താ ഇവിടെ നദിക്കര കാണിക്കും. അവിടെ ചൂണ്ടയൊക്കെ ഇട്ട് നമ്മുടെ ഗോക്കുവും ഗോഹാനും മൊട്ടപ്പനും ഒരു 3 പേരും റിലാക്സ് ചെയ്യാണ്. ഗോഹാനാണെങ്കിൽ ഗോക്കുവിനോട് പറയും, എനിക്കിപ്പോ ഭയങ്കര സന്തോഷമുണ്ട്, അതുപോലെ തന്നെ റിലാക്സ്മെന്റ് ഉണ്ട്. അച്ഛൻ എനിക്ക് തന്ന വാക്ക് അത് പാലിച്ചില്ലേ? ഞാനുമായിട്ട് ഫിഷിങ്ങിന് പോകാമെന്നാണ് അച്ഛൻ അന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അച്ഛനിപ്പോ എന്നെ ഫിഷിങ്ങിന് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ആണെങ്കിൽ അത് കേട്ട് ഞെട്ടും. ഞാൻ നിന്നോട് ഫിഷിങ്ങിന് പോകാന്ന് പറഞ്ഞോ? എനിക്കത് ഓർമ്മയില്ല. അതിന് മൊട്ടപ്പം പറയും, ലാസ്റ്റ് ഫൈറ്റിന്റെ സമയത്ത് ഇത് ഗോഹാനോട് പറഞ്ഞത് ഞാനും കേട്ടതാണ്. ഒരു സെക്കൻഡ് ഗോക്കു ആണെങ്കിൽ അത് ഓർത്തെടുക്കും. ആ സമയം ഫൈറ്റിന് തൊട്ടു മുൻപായിട്ട് അവ ഗോഹാനോട് പറഞ്ഞു, തീർച്ചയായിട്ടും ഈ ഫൈറ്റിന് ശേഷം വിജയിച്ച് ഞാൻ തിരികെ എത്തും. പിന്നീട് നമ്മൾ രണ്ടുപേരും ഫിഷിങ്ങിന് പോകും. കട്ട് ചെയ്ത ആ കാര്യം ഓർത്ത് ഇപ്പൊ ഗോക്കു ചിരിക്കും. സത്യത്തിൽ ഞാൻ ആ കാര്യങ്ങളെല്ലാം തന്നെ മറന്നുപോയിരുന്നു. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. ഗോഹാനാണെങ്കിൽ തല താഴ്ത്തും. എനിക്ക് വാക്ക് തന്നതിന് ശേഷം നമ്മൾ ട്രെയിനിങ്ങിനാണ് പോയത്. പിന്നീട് ഇപ്പോഴാണ് അച്ഛൻ എനിക്ക് മീൻ പിടിക്കാനായിട്ട് അവസരം തരുന്നത്. പിന്നെ ഗോക്കു ആണെങ്കിൽ അവനോട് ചോദിക്കും, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അതിന് ഗോഹാൻ പറയും, ഒരിക്കലും ഇല്ല, എനിക്ക് അച്ഛനോട് ദേഷ്യമൊന്നുമില്ല. ഉടനെ മൊട്ടപ്പനാണെങ്കിൽ തല താഴ്ത്തി ഗോക്കുവിനോട് പറയും, എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ദേഷ്യം എന്നോടായിരിക്കും. ഞാൻ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. 18 കൊല്ലാതെ ആ റിമോട്ട് അത് ഞാൻ നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് ഇങ്ങനെയൊന്നും സംഭവിച്ചത്. അതിന് ഗോക്കു ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ ഭയങ്കര പവർഫുൾ ആണ്. ഞങ്ങളുടെ ഈ രൂപം കണ്ടില്ലേ? പിന്നെയും ഇവിടെയുള്ളവരെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നത് ഫ്രണ്ടായ എന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോ മൊട്ടപ്പനെ പതിയൊന്ന് തട്ടും. മൊട്ടപ്പനാണെങ്കിൽ വെള്ളത്തിലേക്ക് തെറിച്ചു വീഴും. അയ്യോ, എന്റെ കൈ പിടിക്ക്, ഞാൻ വെള്ളത്തിൽ മുങ്ങിത്താവുന്നു പറഞ്ഞ് അവൻ കൈ നീട്ടും. ഉടനെ ഗോക്കു ആണെങ്കിൽ കൈ പിടിക്കും. മൊട്ടപ്പനാണെങ്കിൽ ഗോക്കുവിനെ പിടിച്ചു വലിച്ച് വെള്ളത്തിലേക്കിടും. നീ ഇപ്പോഴും വിഡ്ഢി തന്നെയാണ്. എല്ലാ കാര്യത്തിലും നിന്റെ ശരീരം വളർന്നെങ്കിലും നിന്റെ മനസ്സ് അതിപ്പോഴും കൊച്ചു കുട്ടികളുടേതുപോലെ തന്നെയാണെന്ന് പറഞ്ഞ് അവർ ചിരിക്കും. അതിനെല്ലാം ശേഷം വീണ്ടും അവർ പുറത്തേക്ക് വന്ന് റിലാക്സ് ചെയ്യും. മൊട്ടപ്പനാണെങ്കിൽ പാതി മയക്കത്തിൽ കിടക്കുന്ന ഗോക്കുവിനെ തന്നെ നോക്കും. അവനിപ്പോ നല്ല പവർഫുൾ ആണ്. ഒരുപക്ഷെ ഞാൻ ഈ കല്ലെടുത്ത് എറിയുകയാണെങ്കിൽ അവൻ പെട്ടെന്ന് തന്നെ അത് അടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അവന്റെ പവർ എന്താണെന്ന് അറിയാനുള്ള പറ്റിയ അവസരം ഇതാണെന്ന് പറഞ്ഞ് മൊട്ടപ്പനാണെങ്കിൽ ഒരു കല്ലെടുത്ത് അവന്റെ തലക്കെറിയും. കല്ല് കറക്റ്റായിട്ട് തലയിൽ കൊണ്ട് ഇപ്പോ ഗോക്കു ആണെങ്കിൽ ചാടി എഴുന്നേക്കും. ഓ നോ, മൊട്ടപ്പ, നീ എന്തിനാ കല്ലെടുത്ത് എന്റെ തലക്കെറിഞ്ഞ്? ഞാനൊരു സൂപ്പർ സയൻ ആണെങ്കിലും കല്ല് വന്ന് തലയിൽ വീണ എനിക്ക് വേദനിക്കും. അത് കേട്ട് മൊട്ടപ്പനാണെങ്കിൽ ഇപ്പോ ഗോക്കുവിനോട് സോറി പറയും. പിന്നീട് വീട്ടിലേക്ക് പോയി മൂക്കുമുട്ട ഫുഡ് അങ്ങനെ ആക്രാന്തത്തോടെ വലിച്ചു വാരി തിന്നുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ അത് കണ്ട് കണ്ണ് തള്ളി ഗോക്കുവിനെ തന്നെ നോക്കും. ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്താ ഇവൻ കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഗോക്കു എത്രയൊക്കെ സ്ട്രോങ് ആയാലും അവന്റെ ആർത്തിക്ക് യാതൊരു കുറവുമില്ല എന്ന് പറയും. ഉടനെ ചീച്ചിയാണെങ്കിൽ ഗോഹാൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് ഹോംവർക്ക് ചെയ്യാൻ അവനെ കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇവിടെ വെജീറ്റ ആണെങ്കിൽ ടെൻഷനായി ആ ഒരു ഡോറിൽ ചവിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ബ്ലാക്ക് മാൻ ആണെങ്കിൽ അവനെ കൺട്രോൾ ചെയ്യും. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് മനസ്സിലാക്ക്. അവരുടെ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം പിക്കലോ തനിയെ പുറത്തേക്ക് വരും. അതിനുശേഷം മാത്രമേ നിനക്ക് അകത്തേക്ക് പോകാൻ പറ്റൂ. അല്പസമയം കഴിയുമ്പോൾ തന്നെ പിക്കലോ ആണെങ്കിൽ ഡോർ തുറന്ന് പുറത്തേക്ക് വരും. വെജീറ്റ ആണെങ്കിൽ ദേഷ്യപ്പെട്ട്, നീ ഇപ്പോഴാണോ ത്തേക്ക് വരണേ? എന്റെ സമയം ഒരുപാട് നീ പാഴാക്കിന്ന് പറഞ്ഞ് അങ്ങനെ ടെററായിട്ട് നിൽക്കും. പിക്കലോടെ പവർ കണ്ട് എല്ലാവരും ഷോക്കാവും. സൂപ്പർ ഹീറോ പയ്യനാണെങ്കിൽ അവന്റെ പവർ ഡെവലപ്പ് ആയത് കണ്ട് വണ്ടർ അടിച്ച് നിൽക്കും. പക്ഷെ വെജീറ്റ ആണെങ്കിൽ കാഷ്വലായിട്ട് പറയും, പ്രത്യേകിച്ച് പവറിന് വലിയ മാറ്റം വന്നായിട്ട് എനിക്ക് തോന്നിയില്ല. നീ അകത്ത് പോയി ഉറങ്ങായിരുന്നു ചോദിച്ച് അവൻ ആ ഡോർ അടയ്ക്കും. അതിനുശേഷം ഗോക്കുവിനെ പല്ല് കടിച്ച് കൈ ചുരുട്ടി, തീർച്ചയായിട്ടും കാക്കറോട്ട്, ഞാൻ നിന്നെ തോൽപ്പിക്കുമെന്ന് അട്ടിച്ചു പറയും. മറ്റൊരു ഭാഗത്ത് ബുൽമയാണെങ്കിൽ ഇപ്പോഴും 16 പഴയ രൂപത്തിലാക്കാനുള്ള റിസർച്ച് നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ചീച്ചിയാണെങ്കിൽ എല്ലാവർക്കും ഫുഡൊക്കെ സെറ്റ് ചെയ്ത് ഇപ്പോ അവർക്കത് സെർവ് ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ നിരത്തി വെച്ചുകൊണ്ടേയിരിക്കുകയാണ്. മൊട്ടപ്പനും ഗോഹാനും ഗോക്കുവും അവർ 3 പേരും ആ ലേക്കിലേക്ക് തന്നെ നോക്കും. അത് കണ്ടോ, അതിൽ നിറയെ മീനുകളുണ്ട്. ഈ യുദ്ധം അവസാനിച്ചു വന്നതിന് ശേഷം നമുക്ക് അവറ്റകളെ എല്ലാം പിടിക്കണം. അത് കേട്ട് ഗോഹാനാണെങ്കിൽ അവന്റെ പപ്പയോട് ചോദിക്കും, നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പുണ്ടോ? ഗോക്കു അത് തീർത്തു പറയും, ഉറപ്പായിട്ട് നമ്മൾ ജയിക്കും. നമ്മൾ നന്നായിട്ട് ട്രെയിനിങ് എടുത്തിട്ടുണ്ട്, സോ വിജയം നമുക്ക് തന്നെയാണെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കും.
ചീച്ചിയാണെങ്കിൽ അവരോട് പറയും നമുക്ക് ഈ പിക്നിക്കിന് ശേഷം മാസ്റ്റർ റോഷിയുടെ വീട് വരെ ഒന്ന് പോകണം. ഗോക്കു ആണെങ്കിൽ അതിനൊക്കെ പറയുന്ന അതേ നിമിഷം ഇപ്പോൾ ഒരുപാട് പ്ലെയിനുകൾ അന്നിച്ചങ്ങനെ പറന്നു പോകുന്നത് അവർ കാണും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ആൾക്കാർ സിറ്റിയിലൂടെ ചീറിപ്പാഞ്ഞ് കാറിൽ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അവർ കാണും ഒരുപാട് പേര് സിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് മുഴുവനായിട്ടും വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞ് ട്രാഫിക് ഒക്കെ തന്നെ ബ്ലോക്ക് ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ പുറത്തിറങ്ങുന്ന കാഴ്ചകളൊക്കെ കാണും. ഷോപ്പുകളെല്ലാം തന്നെ ക്ലോസ്ഡ് ആണ്. അവർക്ക് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ പോലും അവിടുന്ന് സാധിക്കില്ല. ടീച്ചിയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടോടുകൂടെ പറയും, സത്യത്തിൽ നമുക്ക് ഇത്രയും പവർന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മളും ഇതുപോലെ തന്നെ ഭയന്ന് ഇവിടുന്ന് പോവേണ്ട അവസ്ഥ ഉണ്ടായേനെ. നമുക്ക് മാത്രമേ എന്തെങ്കിലും ഇവരെ രക്ഷിക്കാനായിട്ട് ചെയ്യാൻ കഴിയൂ. റോഷിക്ക് വേണ്ടിയും അവിടെയുള്ള നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വാങ്ങിക്കണം ഞാൻ ആഗ്രഹിച്ചതാണ്. പക്ഷെ ഷോപ്പെല്ലാം തന്നെ ക്ലോസ് ചെയ്ത് ജനങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു പോയിരിക്കുകയാണ്. ഇത്തരത്തിലൊരു ദുരവസ്ഥ വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയതല്ല എന്ന് പറയും. ആ നിമിഷം റേഡിയോയിൽ ഇപ്പോൾ ഒരു പ്രത്യേക അനൗൺസ്മെന്റ് കേൾക്കുകയാണ്. ഡിഫൻസ് ഫോഴ്സുകളെല്ലാം തന്നെ ആ സെൽ മോൺസ്റ്ററിനെ തകർക്കാനായിട്ട് അവനുള്ള സ്ഥലത്തേക്ക് പോയിരിക്കുന്നു എന്നായിരിക്കും ആ ന്യൂസിൽ ഉണ്ടാവുക. അത് കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഷോക്കാവും. കട്ട് ചെയ്ത ഇവിടെ നേവി ഫോഴ്സ് അവര് സെല്ല് താവളം അടിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് അവനെ ആക്രമിക്കാനായിട്ട് കടന്നു വരികയാണ്. ഒരു റിപ്പോർട്ടറാണെങ്കിൽ ഇപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്നുകൊണ്ട് തത്സമയം വിവരങ്ങളെല്ലാം ലോകത്തെമ്പാടുള്ള ജനങ്ങളെ അറിയിക്കുകയാണ്. ഇവിടെ ഗോക്കു ആണെങ്കിൽ ആ ന്യൂസ് കേട്ട് തലയ്ക്ക് കൈ കൊടുക്കും. ഓ നോ, ഇവരെന്ത് വിഡ്ഢിത്തരമാണ് ഈ ചെയ്തു കൂട്ടുന്നത്. ഇങ്ങനെ ചെയ്ത അവിടെയുള്ള ജനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ അപകടം. മാത്രമല്ല സോൾജേഴ്സിനൊന്നും തന്നെ അവൻ വെറുതെ വിടില്ല. ഇവിടെ ക്യാപ്റ്റന്റെ റിക്വസ്റ്റ് അനുസരിച്ച് ഇപ്പൊ സോൾജേഴ്സ് എല്ലാവരും അസംബിളായി അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ആ മോൺസ്റ്റർ ആണെങ്കിൽ അവൻ ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡിയാക്കി വെച്ച ആ ഒരു ബേസ്മെന്റിൽ നിന്ന് അവിടുന്ന് ദൂരേക്ക് മാറി ഇപ്പോൾ ഒരു വലിയ മലയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഞാൻ ക്രിയേറ്റ് ചെയ്ത എന്റെ ഫൈറ്റിംഗ് അതെനിക്ക് തകർക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയും. ഉടൻ നേവിക്കാരാണെങ്കിൽ ഇപ്പൊ ആ മലയെ ലക്ഷ്യമാക്കി ഓറഞ്ചം പൊറഞ്ചം ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ കൂടുതൽ ടെൻഷനായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അലറിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഒരുപാട് നേരത്തെ ഷൂട്ടിങ്ങിന് ഒടുവിൽ ആ നേവി ക്യാപ്റ്റനാണെങ്കിൽ ഷൂട്ടിംഗ് നിർത്താനായിട്ട് ആവശ്യപ്പെടും. ഉടനെ അവർ ഷൂട്ടിംഗ് അത് പതിയെ സ്റ്റോപ്പ് ചെയ്യും. ക്യാപ്റ്റനാണെങ്കിൽ ബൈനോക്കുലർ വെച്ച് അവനെ നോക്കും. അപ്പൊ അദ്ദേഹം കാണും അവനാണെങ്കിൽ ഒരു പോറൽ പോലും പറ്റാതെ അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. ചുറ്റുള്ള സോൾജേഴ്സ് എല്ലാവരും ആ കാഴ്ച കണ്ട് ഭയന്ന് തിരിഞ്ഞോടാനായിട്ട് തുടങ്ങും. മോൺസ്റ്റർ ആണെങ്കിൽ പൊട്ടിച്ചിരിക്കും. നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് വലിയൊരു പവർ ഉപയോഗിച്ച് അവരെങ്ങനെ കത്തിച്ചാമ്പരാക്കുകയാണ്. അവരുടെ നിലവിളി കേട്ട് ഇവിടെ ഗോക്കു അവൻ ഒരുപാട് ദേഷ്യത്തോടു കൂടെ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. ചീച്ചി, എനിക്ക് അത്യാവശ്യമായിട്ട് അവന്റെ അടുത്തേക്ക് പോകണം, ഞാൻ എത്രയും വേഗം മടങ്ങി വരാമെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ അവിടുന്ന് കടന്നു പോകും. ഗോക്കു ആണെങ്കിൽ അവന്റെ ഡിസിഷൻ അത് ചേഞ്ച് ചെയ്തപ്പോൾ സ്ട്രെയിറ്റ് ആയി പിക്കലോട് അടുത്തേക്ക് വരും. പിക്കലോ, നീ ഇപ്പോൾ നന്നായിട്ട് പവർഫുള്ളായി, എനിക്ക് നിന്റെ ഒരു സഹായം അത്യാവശ്യമായിട്ട് വേണം. നിനക്ക് പറ്റുമെങ്കിൽ നീയും കാമയും രണ്ടും രണ്ടായിട്ട് ഒന്ന് പിരിയാൻ കഴിയോ? എനിക്ക് ആ ഒരു മോൺസ്റ്റർ ഇല്ലാതാക്കിയ ഒരുപാട് ജനങ്ങളെ തിരികെ പിടിക്കണം. അതിന് ഡ്രാഗൺ ബോൾ അത് ആവശ്യമാണ്. അതിന് പിക്കലോ പറയും, നിന്റെ ആവശ്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷെ ഇപ്പോൾ എനിക്ക് അത് ചെയ്യാനായിട്ട് കഴിയില്ല. ഞങ്ങൾ ഒന്നായി തീർന്നു, ഇനി ഞങ്ങൾക്ക് പിരിയാനായിട്ട് കഴിയില്ല. ഉടനെ ഗോക്കു ആണെങ്കിൽ സാഡായിട്ട് തല താഴ്ത്തും. അപ്പോഴായിരിക്കും ആ നമുക്കിയൻസ് പുതിയതായിട്ട് ഒരു ഗ്രഹത്തിലേക്ക് പോയ കാര്യം അവൻ ഓർമ്മ വരിക. വാവ്, ആ നമുക്കിയൻസിനെ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും. എത്രയും വേഗം ഞാൻ അവരുടെ അടുത്തേക്ക് പോവുകയാണ്. അവരുടെ പവർ എവിടെയാണെന്ന് ഞാനത് സെൻസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ അത് സെൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ട് കഴിയില്ല. ഓക്കെ, കുഴപ്പമില്ല, ഞാൻ കിങ്കായോട് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. സോ ഗൈസ് ബൈ എന്നൊക്കെ പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ അവിടുന്ന് ഇൻവിസിബിൾ ആയി പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ചീച്ചിയാൻ ടീമാണെങ്കിൽ ഇപ്പോ മാസ്റ്റർ റോഷയുടെ വീട്ടിലേക്ക് വരും. അപ്പൊ അവര് ടിവിയിലെ ന്യൂസ് അത് കാണും. ചീഫ് ആണെങ്കിൽ നടന്ന ട്രാജഡി അതെല്ലാവരോടുമായിട്ട് പറയാണ്. നമ്മൾ പ്രതീക്ഷ കൈവിടേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് മുൻപ് പിക്കലോടെ കയ്യിൽ നിന്ന് നമ്മൾ രക്ഷിച്ച ആ ഒരു ചെറിയ പയ്യൻ ഇത്തവണയും നമ്മളെ രക്ഷിക്കുന്നത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കേട്ട് നമ്മുടെ ആൾക്കാരാണെങ്കിൽ വണ്ടറടിച്ച് ആ ന്യൂസിലേക്ക് നോക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.